ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഒരു ഈവനിങ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത 2 കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളോടൊരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അരേലിയ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റൗണ്ട് ഷേപ്പിൽ അരേലിയ പ്ലാന്റ് ഇങ്ങനെ നിർത്തുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൂടി ഞാനിതിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഹസ്ബൻഡിനായിട്ട് നല്ല സ്നേഹത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടൊരു കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് അറിയുമോയെന്നറിയില്ല, പക്ഷേ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത കാരണം കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം മുതലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂൾക്ക് പോകാനുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഞാൻ അവൻ്റെ സ്കൂൾക്ക് പോകാൻ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. എൻ്റെ വണ്ടി ഇങ്ങനെ വേറൊരാൾ കൊണ്ടുപോയിട്ടുണ്ട്, വിൽക്കാൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോയിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് വേഗം വാങ്ങിക്കാമെന്ന് എഴുതിയിട്ട് പോയതാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ബുക്ക് വാങ്ങിയാണ്ട് വരുന്ന വഴി ഇതേ ഒരു ചെറിയ നഴ്സറി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പ്ലാന്റിൻ്റെ പോട്ട് നോക്കാണ്ടായിരുന്നു, പക്ഷേ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അത് നോക്കി കയറി ഇങ്ങനെ വേഗം പോന്നു വീട്ടിൽ. നമ്മുടെ പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അരേലിയ പ്ലാന്റ് ഞാനിങ്ങനെ നിലനിർത്തുന്നത് എങ്ങനെയെന്നൊരു കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ മുന്നൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് കാണാത്തവരായിരിക്കും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ചോദിച്ചല്ലേ എന്ന് കരുതിയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ആക്കിയതാണ്. ഈ പ്ലാന്റ് ഞാൻ വെച്ചിട്ട് ഒരു 2-3 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും വർഷത്തൊരു പഴക്കണ്ടതിന്. അപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറേ ടൈം എടുത്തിട്ട് വേണം നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വലിയ പ്ലാന്റ് അല്ല, നമ്മൾ ചട്ടിയിലൊക്കെ ഉള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് ഒരു മാസത്തിൽ ഒരു തവണ നമ്മൾ എന്തായാലും കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ഒരു ഷേപ്പ് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസത്തിലൊരു പ്രാവശ്യം നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യേണ്ട രീതി എന്നുള്ളത്, ഇത് അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അടിഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുകൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയൊരു പ്ലാന്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ ചെറിയ കമ്പുകൾ കുത്തിയിട്ടാണ് ഞാനിങ്ങനെ ഈ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അരേലിയ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെറിയ പ്ലാന്റ് ആകുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം വെച്ചതാണ് ഞാനത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വെക്കേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഈ പ്ലാന്റ് വലിയതാകുമ്പോൾ ഇതിന് ഇടയിൽ ഗ്യാപ്പ് വരണില്ല, പ്ലാന്റ് നന്നായി വലുതാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ ഒരു സൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ ചെറിയ സൈസ് ആകുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് നമുക്കിത് വലിയ പ്ലാന്റ് ആകുമ്പോൾ അതേ ഷേപ്പിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കുറേ ആയി ഞാനിത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ദൂരത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലാവും ചേട്ടാ. എന്നാലും നമ്മൾ അടുത്തേക്ക് വന്നിട്ട് ഇത് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറേ പ്ലാന്റ് വലുതായിട്ടുണ്ട്. ഇത്ര വലുതാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഭാരമായിട്ടും തോന്നില്ല. പിന്നെ നമുക്ക് നല്ല ഷേപ്പിൽ കൊണ്ടുനടക്കാനും വേണ്ടി പറ്റും. ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ല, അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ നമ്മളിങ്ങനെ മുകളിൽ കുറച്ച് ഇങ്ങനെ എല്ലാ ഭാഗവും ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് ആകുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു അരേലിയ വലുതായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഗ്യാപ്പ് വരില്ല കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഈ അരേലിയ വലുതാവും തോറും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടട്ടെ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് നിൽക്കുക, ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഇട തോർന്നിട്ട് ഫില്ലായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിങ് എന്തായാലും നിർബന്ധമാണ്. അല്ലാതെ ഈ പ്ലാന്റ് നമ്മൾ വളർത്തിയിട്ട് കാര്യമില്ല.
ഒരു പ്ലാന്റ് തന്നെ കട്ടാക്കണമെങ്കിൽ എനിക്ക് കുറേ ഒരു സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലാന്റ് കുറച്ച് വലുതായതാണ്, അതുകൊണ്ട് കുറേ ഒരു സമയം പിടിക്കും. നമ്മൾ ക്ഷമയോട് കൂടി നിന്നിങ്ങനെ കട്ടാക്കണം. അപ്പോൾ അതൊരു ഇഷ്ടത്തോടു കൂടി ഒരു രസത്തിൽ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോറിംഗ് ഒന്നും തോന്നില്ല കേട്ടോ. പിന്നെ അതത് കട്ട് ചെയ്ത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഒരേപോലെ നിർത്തി വരുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ 2 പ്ലാന്റാണ് കട്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള 2എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി നമുക്കൊന്നും കട്ട് ചെയ്യാൻ ടൈം കിട്ടൂല കേട്ടോ. പിന്നെ അതിനായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ നമുക്ക് എല്ലാ ജോലിയും കൂടി കൊണ്ടുപോകണ വീട്ടമ്മമാർക്കൊക്കെ ഇത് ഈ രീതിക്കൊക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പണിയുടെ ഇടയിൽ ചെറിയ സമയമൊക്കെ ഈ പ്ലാന്റ്സൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുക. കുറേശ്ശെ ചെയ്തിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപോലെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ ഒരുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ നിർത്താനൊക്കെ പറ്റും. അത് 2 ദിവസം വെച്ചിട്ടോ അല്ലെങ്കിൽ 3 ദിവസം വെച്ചിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി. ഞാനിത് കട്ടാക്കണത് ഫിഷ് മുറിക്കണ കത്രിക വെച്ചിട്ടാണ് കേട്ടോ. അതിനായിട്ട് സെപ്പറേറ്റ് ഞാൻ കത്രിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടായിട്ടുണ്ട്. പക്ഷേ ഞാനിത് വെച്ചിട്ട് തന്നെ ചെയ്യൽ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ നമ്മൾ ഒരെണ്ണം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കട്ടാക്കാത്തതിൻ്റെ ഷേപ്പും തമ്മിൽ വേർതിരിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത പ്ലാന്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ താഴ്ഭാഗം ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. താഴ്ഭാഗം എല്ലാം ഇങ്ങനെ കറക്റ്റാക്കി എടുത്തതിൻ്റെ ശേഷം മുകൾക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയുമല്ലോ എവിടെയൊക്കെയാണ് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അല്ല ലീഫ് ഇങ്ങനെ ഒന്നിനോട് മാറിയിട്ട് നിൽക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരേപോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ അരേലിയ പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നുണ്ട്. മാഷാ അല്ലാ, അവർ നല്ല നല്ല കമൻസുകൾ പറയുന്നുണ്ട്. പിന്നെ ഓരോരോ വീഡിയോകളും ഈ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ, ഹോം ടൂർ ചെയ്യുമോ, കിച്ചൺ ടൂർ ചെയ്യുമോ, അല്ലെങ്കിൽ വാർഡ്രോബ് ഓർഗനൈസിങ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാതും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ വീഡിയോസും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കാണിക്കണ്ട്. എന്നോട് ഒരുപാട് പ്രാവശ്യം ഒരു കൂട്ടുകാരി ചോദിച്ചിരുന്നു, നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്ന എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ്. കാരണം നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നതിന് നമുക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എന്നെക്കൊണ്ട് അറിയണത് എന്താണെന്നുള്ളത് ഞാൻ പറയും. എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മളെക്കൊണ്ട് അറിയണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് നമ്മളോട് നല്ല സ്നേഹത്തിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് ഞാൻ കുറച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ പറയാം. ഒരു ഹസ്ബൻഡും ഭാര്യയും കൂടിയും തമ്മിൽ നല്ലപോലുള്ളൊരു ദാമ്പത്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. പരസ്പരം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ഭാര്യയും എന്തായാലും അറിഞ്ഞിരിക്കണം. ഇഷ്ടക്കേടും ഇഷ്ടക്കൂടുതലും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് 2 പേരും പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഫസ്റ്റായിട്ട് പറയട്ടെ. അപ്പോൾ ഒരു പെൺകുട്ടി നമ്മളെ നാടും വീടും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ ഫാമിലിയും ഒക്കെ ഇട്ടെറിഞ്ഞ് ഒരു പറിച്ചു നടലാണല്ലേ മറ്റൊരു ഭാഗത്തേക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ ഒരു ഹസ്ബൻഡ് എന്തായാലും തയ്യാറാവണം. അപ്പോഴാണ് ആ ഭാര്യയ്ക്ക് ആ ഒരു ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും വരുള്ളൂ കേട്ടോ. നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ പാർട്ണർ. നമ്മൾ നാട് വിട്ടാലും നമ്മളെ വീട് വിട്ടാലും നമ്മൾ എവിടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഭർത്താവിന് പറ്റുന്നുണ്ടെന്ന് ഒരു ഭാര്യയ്ക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിന് അവിടെ സ്നേഹവും ബഹുമാനവും കിട്ടും. അതല്ല, എൻ്റെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്, എൻ്റെ ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടിയുടെ ഒരു വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പെട്ട അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും പെരുമാറണം, എൻ്റെ മാതാപിതാക്കളെ നോക്കണം. അതിൽ വിട്ടുവീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എനിക്ക് വെറുപ്പാണ്, ഞാൻ മറ്റുള്ള രീതിയിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതിന് കർശനമായിട്ട് അവർ പ്രതികരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവിനോടുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെടട്ടെ ചെയ്യുക. ഒരു ഭർത്താവ് എന്ന രീതിയിൽ നമുക്ക് ബഹുമാനവും ഇഷ്ടവും കുറയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചും പെരുമാറേണ്ടത്. നമ്മൾ ഭാര്യ എന്ന രീതിയിൽ നമ്മൾ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം കേട്ടോ. ഇഷ്ടത്തിനെ കുറിച്ചിട്ടും ഇഷ്ടക്കുറവിനെ കുറിച്ചും നമ്മൾ അറിയണം. പിന്നെ നമ്മൾ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തെക്കുറിച്ചിട്ട് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ പ്രശ്നം എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ. എന്ത് കാര്യത്തിനാണ് നമ്മൾ വഴക്ക് കൂടുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. എന്തെങ്കിലും ഭർത്താക്കന്മാർ എന്തെങ്കിലും വരാൻ നേരം വൈകുമ്പോഴോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരാൻ നേരം വൈകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്ത സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കണ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സ്ത്രീകളുണ്ട്. നമ്മളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കട്ടെ. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു മുഖം ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും ഇഷ്ടപ്പെടില്ല കേട്ടോ. ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പുഞ്ചിരിയോട് കൂടി നമ്മൾ പെരുമാറാൻ വേണ്ടി പഠിക്കുക. അതേപോലെ തന്നെ ഭർത്താവും നമ്മളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഒരു ഇഷ്ടക്കൂടുതലും അല്ലെങ്കിൽ ഒരു സ്നേഹവും അല്ലെങ്കിൽ ബഹുമാനവും, അവിടെ ഒരു ബഹുമാനം കൂടി വരും കേട്ടോ. പരസ്പര ബഹുമാനം കൂടി വരും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കണം. ഇത് നമ്മുടെ ദാമ്പത്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ മക്കളുടെ മുന്നിലും നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി നല്ല സ്നേഹത്തിൽ അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടു കൂടി നല്ല അച്ചടക്കത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മക്കൾക്കും നമ്മളോട് ബഹുമാനം തന്നെ വരട്ടെ. അവിടെ നമ്മുടെ ക്യാരക്ടർ പൊന്തി തന്നെ നിൽക്കും. നമ്മൾ നല്ലൊരു ഭാര്യയായിരിക്കും, നല്ലൊരു അമ്മയായിരിക്കും. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വഴക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടിത്തെറികൾ കണ്ടിട്ടോ നമ്മളെ മക്കൾ ഒരിക്കലും വളരാൻ വേണ്ടി പാടില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയട്ടെ. ഫസ്റ്റ് നമ്മൾ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്ന് തിരിച്ചറിയുക. എന്ത് കാര്യത്തിനാണ് നമ്മൾ വഴക്ക് കൂടുന്നത്, അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി, എന്ത് വിട്ടുവീഴ്ച എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്നൊന്ന് ആലോചിക്കട്ടെ. എന്താണ് കാര്യം എന്നറിയാതെ എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്നേഹത്തോടു കൂടി നമ്മൾ ദേഷ്യപ്പെടാതെ ഭർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. എന്ത് കാര്യം വരുമ്പോഴും അതിനൊരു പരിഹാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദേഷ്യം കുറച്ച് വരും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ മാറാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യത്തെ കുറച്ചിട്ട് നല്ല സൗമ്യമായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ വേണ്ടി പഠിക്കുക. ദേഷ്യത്തോടു കൂടി നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു തരാത്തത് നമ്മൾ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവരുടെ ഇഷ്ടങ്ങളും കൂടി തിരിച്ചറിഞ്ഞ് കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തട്ടെ നമ്മളെ ലൈഫിൽ. അവരുടെ ഇഷ്ടങ്ങൾക്ക് നമുക്ക് ഒപ്പം നിന്ന് കൊടുക്കുക. എന്നിട്ട് അവരോട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ. നമ്മുടെ മക്കളെ കാര്യങ്ങളായാലും നമ്മളെ കാര്യങ്ങളൊക്കെ, നമ്മളെ ഭാവിയെക്കുറിച്ചിട്ടും നമുക്ക് സാമ്പത്തികപരമായുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പം പൊട്ടിത്തെറി ഉണ്ടാവുക. അപ്പോൾ ഭർത്താവിന് ഭാര്യയോട് വെറുപ്പാവും, ദേഷ്യമാവും, സ്നേഹമില്ലായ്മ വരും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രണ്ടുപേരും ഒരുപോലെ ഇരുന്ന് സംസാരിച്ചിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോൾ നമ്മൾ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോഴും നല്ല പുഞ്ചിരിച്ചിട്ട് നല്ല സ്നേഹത്തിൽ പെരുമാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ദേഷ്യം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റാത്തത് നമുക്ക് പല കാര്യങ്ങളും സ്നേഹം കൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂട്ടാ. അതൊരു ഭാര്യയുടെ കഴിവാണ്. നമ്മൾ ഇങ്ങനെ പെരുമാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. ഫസ്റ്റൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും അവർ പെരുമാറുക. പക്ഷേ പോകെ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും കേട്ടോ. കുറേ കഴിയുമ്പോൾ അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടത്തിൽ നമ്മൾ ഒപ്പം നിന്ന് കൊടുക്കുക. ഇഷ്ടക്കേട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നത് നമ്മൾ ചെയ്യാതിരിക്കട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പതിയെ നമ്മൾ ഇതിൽ എത്തിപ്പെടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ഇഷ്ടമുള്ളവർ തമ്മിലാവുമ്പോൾ ഒരു പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടി അവർ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം വേണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ ചിലർ പറയും സ്ത്രീകളെല്ലാവരും ഒരുപോലെയാണ്, എത്ര സ്നേഹിച്ചാലും എത്ര ഇതാക്കിയാലും അവർക്ക് നമ്മളോട് കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ആണുങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷേ അത് തെറ്റാണ്. സ്ത്രീകൾ കുറേ ആളുകൾ ഇങ്ങനെ നമ്മുടെ ഭർത്താവ്, എൻ്റെ ഭർത്താവ് എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അവന് എന്നെ അറിയുന്നവനാണ്, അല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതാണ്, ഞാൻ ഭാഗ്യവതിയാണെന്ന് അറിയുന്ന, അങ്ങനെ പറയുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം കേട്ടോ. അത് നമ്മൾ ഈ പല വീഡിയോസ് ഇങ്ങനെ കാണുമല്ലോ യൂട്യൂബിലൊക്കെ. അപ്പോൾ പല അങ്ങനെ സ്റ്റോറീസ് കാണുമ്പോൾ അഫെയറിനെ കുറിച്ചിട്ടൊക്കെ കാണുന്ന സ്ത്രീകൾ, അല്ല സ്റ്റോറീസ് കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ തൻ്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നതും അവരുടെ ആദരിക്കുന്നതും അവരുടെ ബഹുമാനമൊക്കെ അവരുടെ വാക്കുകളിൽ കാണാൻ വേണ്ടി പറ്റും.
അപ്പോൾ ദാമ്പത്യം നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പരസ്പര സ്നേഹവും ബഹുമാനം തന്നെ ഉണ്ടാകും. ഞാൻ പറഞ്ഞ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ രണ്ടുപേരും ഒഴിവാക്കട്ടെ. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഭാര്യ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ പലർക്കും പല രീതിയാണല്ലോ ഞാൻ പറഞ്ഞത്. ചിലർക്ക് പുറത്ത് പോകാൻ സമ്മതം വേണ്ടവരുണ്ട്, എവിടേക്കും പുറത്തേക്ക് വിടാത്ത ആണുങ്ങളുണ്ട്, അങ്ങനെ പല രീതികളുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഇങ്ങനെ ചെറിയ രീതിയിൽ അവരോട് പറഞ്ഞ് സ്നേഹത്തോടു കൂടി സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ രീതിക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, വഴക്കുകൾ കുറക്കുക. നമ്മൾ കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്ക് കൂടുന്ന ദാമ്പത്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനെ നാളെ കാണാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് മനുഷ്യനായിട്ടും ഏത് ആളുകളായിട്ടും നല്ലപോലെ തന്നെ പെരുമാറിയിട്ട് ഒരു ദിവസമാണ് നമ്മൾ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം നല്ല സംതൃപ്തിയോടു കൂടി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അരേലിയ പ്ലാന്റ് കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം. കട്ട് ചെയ്യാത്ത കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്, കുറച്ചും കൂടി വലുതായിട്ട് നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നല്ല റൗണ്ടിൽ നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിട്ടുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുറച്ചങ്ങനെ നമ്മൾ ഇറക്കി കട്ട് ചെയ്ത് കാരണം കൊണ്ട് അതിൻ്റെ കളറിലും ചെറിയ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ല പച്ചപ്പ് പോയിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തതിൽ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അരേലിയ പ്ലാന്റ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ്ങിലാണ് ഞാൻ നിൽക്കൽ. നമുക്ക് രാവിലെ ഇപ്പോൾ എന്തായാലും ടൈം കിട്ടില്ലല്ലോ, കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ നിൽക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഒഴിവിനനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നിൽക്കൽ. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള പണികളുടെ കൂടെ ഇതും നമുക്ക് നിസ്സാരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗാർഡനിങ് വീഡിയോ ചോദിച്ച കൂട്ടുകാരികളുണ്ട് കേട്ടോ. അപ്പോൾ ഗാർഡനായിട്ട് ഇത് എനിക്ക് കണ്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഒരു സങ്കല്പത്തിൽ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ ചെയ്താലാണ് എനിക്ക് ഒരു കംപ്ലീറ്റ് ആയി എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിനോട് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻസൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഗാർഡൻ ടൂർ ഇടും, പിന്നെ ഹോം ടൂർ ഇടും. ഞാൻ പറഞ്ഞല്ലോ ഹോം ടൂറും ഞാനൊരു വിചാരിച്ച് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീടിനോട് ഒരു വലിയ ഇതൊന്നും അറിയാത്തൊരു പ്രായത്താണ് നമ്മൾ ഈ ഒരു വീടൊക്കെ വെച്ച് കയറിയിരുന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വർഷമുള്ളൊരു വീടാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം, ഒന്ന് കിച്ചണൊക്കെ ഒന്നും കൂടി വലുതാക്കണം, അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇൻഷാ അള്ളാ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യൂട്ടാ. നമ്മൾ ഇത് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കില്ല, അങ്ങനെയൊന്നും തോന്നരുത്. അപ്പോൾ ഞാനിത് പുറത്തുനിന്നൊരു പ്ലാന്റൊക്കെ കൊടുത്തിട്ട് നമ്മളെ കിച്ചണിൽ വെക്കണ പ്ലാന്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് വാടിപ്പോവും, അപ്പോൾ മാറ്റി കൊടുക്കലുണ്ട്. ഇനി ഞാൻ ചെയ്യണത് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കലാട്ടോ ചെയ്യൽ. അപ്പോൾ ഞാനൊരു 3-4 തക്കാളി ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഗ്രാമ്പു, 3 ഗ്രാമ്പ് എടുത്താൽ മതി. 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി, ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സോ മതി. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് വെക്കട്ടെ. അപ്പത്തിന് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഇനി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനി അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കലില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങലില്ല, കൂടുതലായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കൽ തന്നെയാണ്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. പഞ്ചസാര ഒരു 3-4 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മധുരം ആവശ്യമുണ്ടല്ലോ. പിന്നെ ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് വിനിഗർ നമ്മൾ സുക്ക കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് ഇങ്ങനെ സിമ്മിലിട്ടിട്ട് നമുക്കിങ്ങനെ വറ്റിച്ചെടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ടൊമാറ്റോ സോസ് നമുക്ക് റെഡിയാക്കി കിട്ടും. പിന്നെ ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ തക്കാളി വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രാമ്പും പട്ടിയൊക്കെ മാറ്റിയിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വൃത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഹോം മെയ്ഡ് ആകുമ്പോൾ ഒക്കെ ഒരു വൃത്തിക്കാണല്ലോ. അപ്പോൾ ഒരു സമാധാനത്തോടു കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ വറ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ ഇതേപോലെ തിക്കായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിനി ചൂടാറിൻ്റെ ശേഷം നമുക്ക് ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഞാൻ ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടൊരു നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വറുത്ത സേമിയ തന്നെയാണ് ഇത്. എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഒരു പാൻ ഇങ്ങനെ ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ തിളപ്പിച്ച വെള്ളം ഒരു 2 പാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സേമിയ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു നുള്ളു ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അത് ഇങ്ങനെ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ സേമിയ ഇട്ടിട്ട് നമുക്കതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒട്ടാതെ കറക്റ്റിന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി, അപ്പോഴും ഒട്ടാതെ കിട്ടും. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെന്തപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരിക്കും. ഒരു പാത്രം സേമിയക്ക് 2 പാത്രം വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് 2 മുട്ട ഇട്ടാൽ 2 മുട്ട കുറച്ച് കുരുമുളകും ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ്. ഇപ്പോൾ സവാള ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂ. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് വേവൊക്കെ ആകുമ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ പച്ചയിൽ കഴിക്കണതല്ല, അപ്പോൾ കുറച്ച് ഒരു ഹാഫ് വേവ് മതി. അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് നമ്മൾ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പൂണ് സോയാ സോസ്, പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചുള്ള ടൊമാറ്റോ സോസിൽ നിന്ന് 3 സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസ് ഒഴിച്ചെടുക്കുമ്പോൾ ക്യാരറ്റിൽ നമ്മൾ ഫസ്റ്റ് ഉപ്പിടരുത്, അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒട്ടാതെ കറക്റ്റിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെ കിട്ടൂട്ടാ. ഈ സേമിയ വെച്ചിട്ട് ഉപ്പുമാവ്, നൂഡിൽസ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പായസം അങ്ങനെ മധുരത്തിനോട് വലിയ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ്ട് കഴിച്ചോളൂ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരം നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഒരു ഇതും ഒക്കെ എല്ലാം കൂടി അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മുട്ട മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നൂഡിൽസിൻ്റെ മസാല ഉണ്ടാവുക അത് കുറച്ച് ഇവിടെ ഉള്ള ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങിൽ ഇതാണ് നമുക്ക് സേമിയ നൂഡിൽസ് കിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിക്കണമെങ്കിൽ എല്ലാവരും കൂടി. അപ്പോൾ വൈകുന്നേരം എല്ലാ ദിവസവും നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സ്നാക്സുകളാണ് ഞാൻ കഴിയുന്നത് ഒഴിവാക്കൽ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ അപ്പോൾ നമ്മളിനി എല്ലാവരും ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടിയേ തരുള്ളൂ. അതാണ് നമ്മൾ ലൈക്ക് ചെയ്യാനിങ്ങനെ പറയണത്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. നിങ്ങൾ പറയുന്ന വീഡിയോസ് മാക്സിമം ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഓരോന്നായിട്ട് ചെയ്യൂട്ടാ, പുറകെ ഇങ്ങനെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ അറിയിക്കുക. നല്ല നല്ല കമൻസുകൾ നമുക്ക് വരുന്നുണ്ട് നമ്മളെ കൂട്ടുകാരുടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.